കാരിച്ചാൽ ജലരാജൻ. നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട് കാരിച്ചാൽ ചുണ്ടൻ. കാരിച്ചാലിന്റെ നേട്ടം തുടർച്ചയായ 5ാം തവണ. 5 മൈക്രോ സെക്കൻഡ് വ്യത്യാസത്തിൽ വിയപുരത്തെ പിന്തള്ളി. സഖാവ് പുഷ്പൻ അന്തരിച്ചു. വിടവാങ്ങിയത് കൂത്തുപറമ്പ് വെടിവയ്പിലെ ജീവിക്കുന്ന രക്തസാക്ഷി. സമരനായകന്റെ അന്ത്യം. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ 3 പതിറ്റാണ്ട് നിന്ന സഹനത്തിന് അന്ത്യം. വിവാദങ്ങൾക്കിടെ NCP മന്ത്രിസ്ഥാനത്തിൽ തീരുമാനം. തോമസ് കെ തോമസ് മന്ത്രിയാകുമെന്ന് PC ചാക്കോ. അന്തിമ തീരുമാനം ശരത് പവാറുമായുള്ള കൂടിക്കാഴ്ചയിൽ. വിവരങ്ങൾ ഉടൻ മുഖ്യമന്ത്രിയെ അറിയിക്കും. ADGP MR അജിത് കുമാറിനെ മാറ്റണമെന്ന നിലപാടിൽ ഉറച്ച CPI. നടപടി വേണമെന്ന് CPM-നെ അറിയിച്ചു. നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് നടപടി വേണമെന്ന ആവശ്യം. RSS ബന്ധമുള്ള ഉദ്യോഗസ്ഥൻ LDF സർക്കാരിൽ ADGP ആകാൻ പാടില്ലെന്ന് ബിനോയ് വിശ്വം. പ്രമുഖരായിട്ടുള്ള RSS നേതാക്കന്മാരെ കാണുന്ന ഒരു ADGP തീർച്ചയായിട്ടും LDF ഭരിക്കുന്ന കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരിക്കാൻ അർഹനല്ല. CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറിക്കെതിരെ PV അൻവർ. EN മോഹൻദാസ് RSSകാരനെന്ന ആരോപണം. മുസ്ലിമായതിൽ തന്നോട് വിരോധം. മോഹൻദാസിനെ ഇസ്ലാം എന്നാൽ ഭീകരതയെന്നും PV അൻവർ. ഫോൺ ചോർത്തലിൽ സർക്കാരിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും മറുപടിക്കായി കാത്തിരിക്കുകയാണെന്നും ഗവർണർ. അർജുന വിട നൽകി ജന്മനാട്. മൃതദേഹം സംസ്കരിച്ചു. അന്ത്യാഞ്ജലി അർപ്പിച്ച് വൻ ജനസഞ്ചയം. കണ്ണീരോടെ വിട ചൊല്ലി ഉറ്റവർ. ആദരാഞ്ജലി അർപ്പിച്ച് മന്ത്രിമാരും ജനപ്രതിനിധികളും. പശ്ചിമേഷ്യയിൽ ഭീകരവാദികൾക്ക് വൻ തിരിച്ചടി. ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ളയെ വധിച്ച ഇസ്രായേൽ. നസ്രുള്ള കൊല്ലപ്പെട്ടത് ബെയ്റൂട്ടിലെ മിസൈൽ ആക്രമണത്തിൽ. നസ്രുള്ള 3 പതിറ്റാണ്ടായി ഹിസ്ബുള്ളയുടെ തലവൻ. മരണം സ്ഥിരീകരിച്ച ഹിസ്ബുള്ള നേതൃത്വം. നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ കിരീട ജേതാക്കളായി കാരിച്ചാൽ ചുണ്ടൻ. പള്ളാത്തുരുത്ത് ബോട്ട് ക്ലബിലൂടെ തുടർച്ചയായ 5ാം തവണയാണ് കാരിച്ചാൽ ജേതാവാകുന്നത്.